കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരത്തിലെ വിവിധ റോഡുകളിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്താൻ തീരുമാനം. മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന പൊതുമരാമത്ത്, വാട്ടർ അതോറിറ്റി, KSCB പ്രവർത്തികളുടെ പുരോഗതികൾ വിലയിരുത്താൻ അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. നഗരസഭയിലെ വിവിധ റോഡുകളിൽ പതിവായി വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പൊട്ടുന്നതായുള്ള ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. 2026-27 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെട്ട ചെരണി പന്നിപ്പാറ റോഡ് BM&BC ചെയ്യാൻ 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകാരത്തിനായി അയച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ച കൂമംകുളം സ്റ്റേഡിയം നവീകരണത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നതായും അവർ പറഞ്ഞു. മുള്ളിയാക്കുറിശി പാണ്ടിക്കാട് റോഡിൽ പട്ടിക്കാട് ചുങ്കം മുതൽ ഒറവംപുറം വരെ 9 കിലോമീറ്റർ ദൂരം വീതി കൂട്ടുകയും ആവശ്യമായ ഡ്രെയിനേജ് സൗകര്യങ്ങളും ഒരുക്കാൻ പ്രഥമ പരിഗണന നൽകാൻ MLA നിർദ്ദേശിച്ചു. പുളിയത്തോട് പാലം നിർമ്മാണത്തിനായി 6.81 കോടി രൂപയുടെ DPR സർക്കാരിൽ സമർപ്പിച്ചു. റോഡുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതായും റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയ എല്ലാ റോഡുകളിലും പ്രവൃത്തികൾ നടന്നുവരുന്നതായും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NP മുഹമ്മദ്, PK മൂസക്കുട്ടി, C മുഹമ്മദ് ബാബു, വൈസ് പ്രസിഡന്റുമാരായ ലില്ലി മാത്യു, സാജിദ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ സക്കീർ വല്ലാഞ്ചിറ, KP ഉമ്മർ, നഗരസഭാ സെക്രട്ടറി YP മുഹമ്മദ് അഷ്റഫ്, LA ജനറൽ സ്പെഷ്യൽ തഹസിൽദാർ P ഷിബു, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഷീർ, മുനിസിപ്പൽ എഞ്ചിനീയർ P നന്ദകുമാർ, വിവിധ വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, മഞ്ചേരി ഫയർ ഓഫീസർ S കൃഷ്ണൻ, മറ്റു നിർവ്വഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.